എറണാകുളം മൂവാറ്റുപുഴ ഇ.സി മാർക്കറ്റിലെ പോളി ഹൗസ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കി കൃഷി ആരംഭിച്ചു. ഒരു കൂട്ടം യുവ കർഷകരുടെ നേതൃത്വത്തിലാണ് പോളി ഹൗസ് അറ്റകുറ്റപ്പണികൾ നടത്തി കൃഷി പുനരാരംഭിച്ചത്. വള്ളിപ്പയറും വെള്ളരിക്കയുമാണ് പ്രധാന കൃഷി. സംസ്ഥാന ഹോർട്ടികോർപ്പ് മിഷന്റെ നേതൃത്വത്തിൽ മാതൃകാ പ്രൊജക്റ്റായി 2017 ഇ.സി മാർക്കറ്റിലെ തരിശായി കിടന്ന ഭൂമിയിൽ പോളി ഹൗസ് നിർമ്മിച്ചത്. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല. ആദ്യം ഇ.സി മാർക്കറ്റിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. എന്നാൽ കൃഷി പരാജയപ്പെട്ടു. കൃഷി ഉണങ്ങി നശിച്ചതോടെ പോളി ഹൗസ് പാട്ടത്തിന് നൽകാൻ തീരുമാനിച്ചു. പലരും പാട്ടത്തിനെടുത്ത് കൃഷി നടത്തിയെങ്കിലും അറ്റകുറ്റപ്പണികളില്ലാതെ പോളി ഹൗസ് നശിച്ചു പോവുകയായിരുന്നു. ഇതിനുശേഷം പലവട്ടം അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന സജ്ജമാക്കാൻ ശ്രമം നടന്നെങ്കിലും കൃഷിക്ക് അനുയോജ്യമായ അവസ്ഥയിലായിരുന്നില്ല പോളി ഹൗസ്. ഇതിനിടയിലാണ് കർഷകരായ എൽദോസ് എൻ പോൾ, പി.ബി. അനൂപ്, സർജ മൂസ എന്നിവർ ചേർന്ന് പോളി ഹൗസ് അറ്റകുറ്റപ്പണികൾ നടത്തി കൃഷി പുനരാരംഭിച്ചത്. പോളി ഹൗസിലെ കൃഷി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യണമെങ്കിൽ അതിനുള്ള നെറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു. അതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പ്ലംബിങ്, ഇതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ ആയിരുന്നു. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി നമുക്ക് പൈപ്പ് ലൈന് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് വരെ വെള്ളത്തിൻ്റെ കണക്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു പോളി ഹൗസ് കൃഷി രീതിയിലേക്ക് മാറ്റണമെങ്കിൽ നല്ല രീതിയിൽ ഇതിനകത്ത് വർക്ക് എടുക്കേണ്ടി വന്നു. അതായത് പൈപ്പ് ലൈൻ വലിക്കേണ്ടി വന്നു, ഇതിൻ്റെ നെറ്റ് കാര്യങ്ങളൊക്കെ കെട്ടേണ്ടി വന്നു. അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് നമ്മളെടുത്തത്. അപ്പോൾ അത് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല എക്സ്പെൻസ് ആക്കിയിട്ടാണ് നമ്മളിത് എടുത്തത്. നമ്മൾ ഇതിൻ്റെ ഈ പോളി ഹൗസ് എടുത്തതിൻ്റെ റേറ്റ് അല്ല നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെ കൃഷിയിലേക്ക്, ഈ കൃഷിക്ക് ചെയ്യാൻ പാകുന്ന ഭാഗത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ളൊരു എക്സ്പെൻസ് ഉണ്ട്. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ, രോഗകീട ആക്രമണങ്ങൾ എന്നിവ ഒരു പരിധിവരെ പരിഹരിക്കുന്നതാണ് പോളി ഹൗസ് കൃഷി സമ്പ്രദായം. പോളി ഹൗസിന്റെ എല്ലാ ഗുണങ്ങളും ഇവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നും എങ്കിലും മികച്ച വിളവ് ലഭിച്ചതായും കർഷകർ പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, നമ്മൾ പയറിൻ്റെ വില ഇടിഞ്ഞ രീതിക്കാണ് നമുക്ക് ഇതിൻ്റെ വില കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ലാഭമെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നമുക്ക് നേരിട്ടൊരു വിപണനം നടത്തിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരിട്ട് കൃഷി വിളവെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കുകയോ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്ത് നമ്മൾ പുറമേ അറിയിക്കുകയും പിന്നെ നമ്മളത് നേരിട്ട് വിപണനം നടത്തുകയും ചെയ്യാമെന്നാണ് നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ജൈവ കൃഷിയാണ് നടത്തിയത്. അതിനാൽ തന്നെ മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ലഭിക്കുന്നതെന്നും കർഷകർ പറയുന്നു. ഇത്രയും ഗുണമേന്മയുള്ള പച്ചക്കറി നൽകിയിട്ടും മാന്യമായ വില ലഭിക്കുന്നില്ല. പയർ കൃഷിക്ക് ശേഷം തണ്ണിമത്തൻ കൃഷി തുടങ്ങുമെന്നും ഈ യുവ കർഷകർ പറയുന്നു. അത്യാവശ്യം വിളവ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ, നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ ഒരുപാട് പരിമിതികളിൽ നിന്നാണ് ഞങ്ങൾ ഇത് ഇത്രയും ആക്കിയെടുത്തത്. പക്ഷേ ഇത് ഒരു ശതമാനക്കണക്ക് പറഞ്ഞാൽ ഒരു 10% മാത്രമേ ഞങ്ങൾക്കത് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത്ര എത്തിയതിൽ ഒരു ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഒരു വളരെ ഡ്രൈ ആയിട്ട് കിടന്നൊരു ലാൻഡിനെ ഈ തരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കാം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.